ഇന്ത്യൻ അതായത് 145 കോടി ജനങ്ങളുള്ള ഇന്ത്യയിലെ ആംബിറ്റി ഫുട്ബോളിന്റെ ക്യാപ്റ്റനാണ്. ഇന്ത്യയിൽ ആദ്യമായി ആംബിറ്റി ഫുട്ബോള് ഇറാനിൽ നടന്നപ്പോൾ അതിൽ ഗോൾ അടിച്ച ഒരാളാണ് വൈശാഖ്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് പുസ്തകം നിഷേധിക്കുന്നത് എത്രത്തോളം വലിയ തെറ്റാണോ അത്രത്തോളം വലിയ തെറ്റാണ് കളിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പന്തും മൈതാനമൊക്കെ നിഷേധിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. എന്നോട് ഒരിക്കലും നടക്കാൻ പറ്റൂല എന്നൊക്കെയാണ് ഡോക്ടർമാർ പറഞ്ഞത്. എന്താ വെച്ചാൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എൻ്റെ കാലിങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും ആടുന്നത് ഒന്നുകിൽ ഒരു ഫുട്ബോൾ കളിക്കാരനാവണം, ഇല്ലെങ്കിൽ ഒരു മിലിറ്ററിക്കാരനാവണം. രണ്ടുപേരും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. ഒരു കാല് നഷ്ടപ്പെട്ട ഒരാൾ എന്നുള്ള പരിഗണന നൽകിയില്ല. അതാണ് അവർ ചെയ്തിട്ടുള്ള ഏറ്റവും. മലയാളികൾ ഭൂരിഭാഗം ആൾക്കാരും സങ്കടം ഒരു ലഹരിയായിട്ട് കൊണ്ടെടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തായാലും ഒരു കോരിത്തെരിപ്പോടെയാണ് നമ്മൾ ഈ വാക്കുകളൊക്കെ പറയുന്നത്. വൈശാഖ് പേരാമ്പ്ര, കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയാണ്. ഞങ്ങളുടെ ബിസിനസ് അതിന്റെ അടുത്തുണ്ട്. എത്ര വയസ്സിലാണ് നമുക്ക് ഇത് ഈ ഒരു അപകടം സംഭവിച്ചത്? 13ാമത്തെ വയസ്സിലാണ് പറ്റിയത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രണ്ടാഗ്രഹം ഒന്നുകിൽ ഒരു ഫുട്ബോൾ കളിക്കാരനാവണം, ഇല്ലെങ്കിൽ ഒരു മിലിറ്ററിക്കാരനാവണം. രണ്ടുപേരും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഫുട്ബോൾ ടീമിന്റെ സെലക്ഷനായിട്ട് ബന്ധപ്പെട്ട ഒരു യാത്രയിലാണ്. 13 വയസ്സിൽ ഞാൻ സഞ്ചരിച്ച ബൈക്കിന് ഒരു വളവിൽ വെച്ചിട്ട് ഒരു KSRTC ബസ് വന്ന് തട്ടി. ബൈക്ക് ഗട്ടറിൽ വീണ് ഞാൻ തെറിച്ച് ബസ്സിന്റെ ബാക്ക് വീലിൽ തെറിച്ച് വീണ്. അങ്ങനെ KSRTC ബസ്സിന്റെ ബാക്ക് വീല് കയറിയിട്ടാണ് ഈ അപകടം സംഭവിച്ചത്. അപകടം പറ്റിയ സമയത്ത് എൻ്റെ വലത് കാല് ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് തന്നെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം കൂടി വൈകിയിരുന്നെങ്കിലും മരിച്ചു പോകുന്നതാണ് ഡോക്ടർ പറഞ്ഞത്. എൻ്റെ ഇടത് കാലിനും ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള കാലിന് തൊടയിലിന് കമ്പി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. എന്നോട് ഒരിക്കലും നടക്കാൻ പറ്റൂല എന്നൊക്കെയാണ് ഡോക്ടർമാർ പറഞ്ഞത്. എന്താ വെച്ചാൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എൻ്റെ കാലിങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും ആടുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു മുട്ടിന് ബലമില്ല. അതില്ലാത്തത് കൊണ്ട് നിലവിലുള്ള കാലിന് നടക്കാൻ പറ്റൂല. ഒരു കാല് പോയി, ഒരു കാലിന് ബലമില്ല. അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. കൂട്ടുകാരെ കുറിച്ച് കാര്യം ചെയ്തായിട്ട് നേരത്തെ എന്നോട് സംസാരിക്കണ്ടായി. എന്താണ് നിങ്ങളോട് കൂട്ടുകാർ ചെയ്ത കാര്യം? കൂട്ടുകാര് എന്താ പറയാ, എന്റെ സുഹൃത്തുക്കള് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് അപകടം പറ്റി ഞാൻ വീട്ടിൽ കിടക്കുന്ന സമയത്ത്, ബെഡിൽ കിടക്കുന്ന സമയം മുതൽ എന്റെ കൂടെ വന്നിരുന്ന് ചെസ്, ക്യാരം ബോർഡ് കളിക്കുക, വീൽ ചെയർ. സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒരു വലിയ ബിഗ് സല്യൂട്ട്. അവരെ ഒരു പരിഗണന തന്നില്ല എന്ന് പറഞ്ഞില്ല. അതെന്ത് പരിഗണന തരാതിരുന്നത്? ഞാൻ എന്നെ വീൽ ചെയറിലിരിക്കുന്ന സമയം മുതൽ ഞാൻ വീൽ ചെയറിലിരുന്നിട്ട് സുഹൃത്തുക്കളോട് ഷട്ടിലൊക്കെ കളിക്കുന്നുണ്ടെങ്കിലും ഫുട്ബോൾ കളിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യം. കളിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഞാൻ ആദ്യം എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറയുന്നത് ഫുട്ബോൾ കളിക്കാൻ പറ്റൂല, മിലിറ്ററിയിൽ പോകാൻ സാധിക്കൂല എന്നുള്ളൊരു കണ്ടു പോയാൽ ജീവിതം കഴിഞ്ഞു. പക്ഷെ എനിക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റി. ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യത്തിനോട് ഞാൻ പൊരുത്തപ്പെട്ട് വന്നിട്ടുണ്ട്. അതിനും എൻ്റെ സുഹൃത്തുക്കളും വീട്ടുകാരൊക്കെ വലിയൊരു ഘടകമാണ്. ഞാൻ രണ്ടാമത് അപകടത്തിന് ശേഷം വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് എൻ്റെ നാട്ടിലുള്ള ഞാൻ അതുവരെ കളിച്ച ഗ്രൗണ്ടിൽ കളിക്കാൻ വേണ്ടി വരുമ്പോൾ എന്നെ നോർമലായിട്ടുള്ള ഒരാളെ പോലെ കണ്ടിട്ടാണ്. അതായത് ഒരു കാല് നഷ്ടപ്പെട്ട ഒരാൾ എന്നുള്ള പരിഗണന നൽകിയില്ല. അതാണ് അവർ ചെയ്തിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പറയലുണ്ട്, എൻ്റെ ഏറ്റവും വലിയ വിജയം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്തുക്കളെ എനിക്കൊരു പരിഗണനയും തരാത്തതാണ് ജീവിതത്തിലെ വിജയം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഡിഫൻസ് കളിക്കാനാണ്. അപ്പോൾ ഞാൻ ഡിഫൻസ് കളിക്കുമ്പോൾ എന്നെ ഒരുപാട് ഫൗൾ ചെയ്യും, എന്റെ സ്റ്റിക്ക് തട്ടിയിടും. ഞാൻ തിരിച്ചും ഒരുപാട് ഫൗൾ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള സന്ദർഭം ഞാൻ സ്റ്റിക്ക് കൊണ്ട് അവരെ കാലിനടിക്കും. എനിക്ക് അന്ന് എന്തെങ്കിലും ഒരു പരിഗണന തന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും ഒരിക്കലും ആ ഗ്രൗണ്ടിൽ കളിക്കാൻ ശീതളമേല്. അതാണ് ഞാനിപ്പം വിശ്വസിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെ എവിടെ എത്താണ്ടായി പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വീട്ടുകാർ ഒരുപാട് പരിഗണിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ഒരുപാട് ആൾക്കാരെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഡിസേബിൾഡ് ആയ ആളുകൾക്ക് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ വീട്ടിൽ ഒരുക്കി കൊടുത്തിട്ട് വീടിന്റെ 4 ചുമര് പരിഗണിച്ച് നമുക്ക് വേണ്ടത് അവസരങ്ങളാണ്. നമ്മളെ നാട്ടിൽ ഇപ്പം നോക്കിയാൽ അറിയാം, ഒരു വീൽ ചെയർ കയറി ചെല്ലാൻ പറ്റുന്ന എത്ര ഹോട്ടലുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അല്ലെങ്കിൽ ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാൾക്ക് സഞ്ചരിക്കാൻ പറ്റിയ ബസ്സുകൾ, അല്ലെങ്കിൽ വീൽ ചെയറിൽ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് പോകാൻ പറ്റിയ ഒരു ടോയ്ലറ്റുള്ള എത്ര ബസ് സ്റ്റാൻഡുകൾ നമ്മുടെ നാട്ടിലുണ്ട്. സാധാരണ പോലും പോകാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ ബസ് സ്റ്റാൻഡിലുള്ള ടോയ്ലറ്റുകൾ. ഇനി എന്താണ് ഒരു ആഗ്രഹം? ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ വരായി. ഞങ്ങൾ 140 കോടി ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു ക്യാപ്റ്റൻ, ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ, ആ സിഗ്നേച്ചർ ഇട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ് പ്രോഗ്രാം? എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ഒരു ഉദാഹരണത്തിന് ഇപ്പം വേൾഡ് കപ്പ് കഴിഞ്ഞ സമയത്ത് നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും നടന്നൊരു ചർച്ച, എന്തുകൊണ്ടാണ് ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കാത്തത്? അപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും പറയുന്ന ഒരു ഉത്തരം, ഇന്ത്യക്കാർക്ക് സ്റ്റാമിന ഇല്ല. നാട്ടുംപുറങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും. പക്ഷെ ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കുന്നു. സ്റ്റാമിനയുള്ള പല കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന ആളുകളാണ് ഇന്ത്യക്കാർ. ഇപ്പോൾ ഫോഴ്സ് എടുത്ത് നോക്കിയാൽ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ഫോഴ്സ് ഇന്ത്യയിലാണ്. അങ്ങനെ സ്റ്റാമിനയുള്ള കാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന ആളുകളാണ് ഇന്ത്യക്കാർ. പക്ഷെ നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഏറ്റവും ചെറിയ തട്ടിലുള്ള കുട്ടികൾക്ക് ഏറ്റവും നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ സ്പോർട്സിൽ എവിടെ എത്താം. ഇപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ
PT പീരീഡ് കണക്കിന്റെ മാഷ് കയറി വരുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പൊ ഗവൺമെന്റിനോടാണ് പറയുന്നത് PT സമയത്ത് കണക്ക് മാഷ് വരുത്തണ്ട, സയൻസ് ടീച്ചർ ആ വഴിക്ക് തന്നെ വരണ്ട, അവർ കളിക്കട്ടെ അല്ലേ? അതാണ് ഞാൻ എല്ലാ സ്കൂളുകളിലും ഇങ്ങനെ ഗസ്റ്റായിട്ട് പോകുമ്പോൾ പറയാറുണ്ട്, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് പുസ്തകം നിഷേധിക്കുന്നത് എത്രത്തോളം വലിയ തെറ്റാണോ അത്രത്തോളം വലിയ തെറ്റാണ് കളിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പന്തും മൈതാനവും ഒക്കെ നിഷേധിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ പഠിക്കാനും കളിക്കാൻ ആഗ്രഹിക്കുന്നവരെ കളിക്കാനും മറ്റ് മേഖലയിൽ കഴിവുള്ള ആൾക്കാരെ ആ മേഖലയിലേക്ക് കൊണ്ടുപോകണം. എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഫുട്ബോളിൽ ഇപ്പം കോച്ചിങ് ലൈസൻസ് എടുത്തിട്ടുണ്ട്. ശരിക്കുള്ള ഫുട്ബോളിൽ നോർമൽ ഫുട്ബോളിൽ ഫുട്ബോളിൽ ലൈസൻസ് എടുത്തിട്ടുണ്ട്, ഡി ലൈസൻസ് എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇങ്ങനെയുള്ള ഒരാള് ഡി ലൈസൻസ് എടുക്കുന്നത് ആദ്യമായിട്ടാണ്. എന്താ ഇത്രയും വലിയ മോട്ടിവേഷൻ എവിടെ നിന്ന് കിട്ടുന്നത്? നമ്മുടെ കുട്ടികളൊക്കെ ചില കാര്യങ്ങളിലൊക്കെ വിഷമിക്കുന്നത് കാണുമ്പോൾ നിറം കുറഞ്ഞു പോയത് ആലോചിക്കുമ്പോൾ, ഉയരം കുറഞ്ഞു പോയത് ആലോചിക്കുമ്പോൾ, പല ചെറിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കുമ്പോൾ, മുടിയില്ലാത്ത കാര്യം ആലോചിക്കുമ്പോൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ശരിക്കും സല്യൂട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഭാര്യയുടെ പേര് തീർത്ഥ എന്നാണ് ഭാര്യയുടെ പേര്. മോളുടെ പേരോ? ചാരു പത്മ എന്നാണ് മോളുടെ പേര്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ മോട്ടിവേഷനാണ്. അപ്പോൾ അദ്ദേഹത്തിന് വൈശാഖിനുമായി ബന്ധപ്പെടാനുള്ള കോൺടാക്ട് നമ്പറുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പേജിലുള്ള ആളുകളോട് 2 വാക്ക് പറയാനാണെങ്കിൽ എന്താണ് പറയാൻ പറ്റുക? 2 വാക്ക് എനിക്ക് ആളുകളോട് പറയാനുള്ളത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ വിശ്വസിക്കുന്നത് ഭൂമിയിൽ പിറന്നു വീണ എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും. അത് ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ രൂപത്തിലും പുറത്ത് കാണുന്നതും പുറത്ത് കാണാത്തതുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കാതിരിക്കുക, അതിനെതിരെ പോരാടാനുള്ള ഒരു കരുത്തുണ്ടാക്കിയെടുക്കുക. അതുപോലെ എന്താ പറയുക, സങ്കടപ്പെടുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുക എന്ന് പറയുന്നത് ആർക്കും പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എളുപ്പമാണ്. മറ്റുള്ളവരെ പഴിക്കുകയും കുറ്റം പറയുകയും സ്വയം സങ്കടപ്പെടുകയും ചെയ്യാം. ഈസിയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികൾ ഭൂരിഭാഗം ആൾക്കാരും സങ്കടം ഒരു ലഹരിയായിട്ട് കൊണ്ടെടുക്കുന്ന ആൾക്കാരാണ്. അയ്യോ, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, നമ്മൾ ഒരു സങ്കടപ്പെട്ട് കരച്ചിൽ തീരാൻ നോക്കുമ്പോൾ നമ്മൾ വീണ്ടും ഓർത്തോർത്ത് കരയും. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാരും. അങ്ങനെ ചെയ്യാതിരിക്കുക, അതിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളതാണ് നമ്മൾ ധീരത. അത് ചെയ്യാം. എന്തായാലും വൈശാഖിനും ഫാമിലിക്കും നമ്മുടെ പേജിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എന്തായാലും ഈ ഒരു ബന്ധം ഒരുപാട് കാലം നിലനിൽക്കട്ടെ. താങ്ക് യു സോ മച്ച്.